ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അധികം ഓയിലൊന്നും ഇല്ലാതെ നല്ല എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് ശർക്കര പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൊടി ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്താൽ മതി. അത് നമുക്കൊരു സോസ് പാനിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ അരക്കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ നമുക്കൊരു പാനിയാക്കി മാറ്റണം. ഞാൻ പറഞ്ഞല്ലോ, പൊടിയില്ലെങ്കിൽ ശർക്കരയുടെ അച്ചെടുത്തിട്ട് ഇങ്ങനെ പാനിയാക്കി മാറ്റിയാൽ മതി. പൊടിയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടും. അതാണ് ഇതിൻ്റെ ഗുണവും. പിന്നെ ഇതിൽ കല്ലും മണ്ണൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാനിതൊന്ന് മെൽറ്റാക്കാൻ വെക്കട്ടെ. അതവിടെ മെൽറ്റാകുമ്പോഴത്തേക്കും നമുക്കിനി ആവശ്യമുള്ളത് ഒരു കപ്പ്, ഏത് കപ്പിലാണോ ശർക്കര എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ ഒരു കപ്പ് പച്ചരിപ്പൊടിയൊക്കെ ഉണ്ടാകുന്നില്ല, ഇടിയപ്പം ഉണ്ടാക്കുന്ന നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ പത്തൽ പൊടി എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്, അതെല്ലാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു ഇച്ചിരി ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം മുഴുവനായിട്ട് ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലോട്ട് ഏലക്ക ചേർക്കുന്നില്ല, അതിൻ്റെ ഫ്ലേവറല്ല, ഇപ്പോൾ ഈ ജീരകത്തിൻ്റെ ഫ്ലേവറാണ് ഇതിലോട്ട് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജീരകത്തിൻ്റെ പൊടി ചേർത്തത്. പിന്നെ ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലവണ്ണം ഇങ്ങനെ മിക്സാക്കി എടുക്കാം. അപ്പോഴേക്കും ശർക്കര നല്ലവണ്ണം ഒന്ന് അലിഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചൂടോടെ തന്നെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നെങ്കിലും നല്ല ആരി വരുത്തുള്ളൂ ഇതിന്. നല്ല തിളച്ച് ചൂടുവെള്ളത്തിൽ തന്നെ ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് നല്ലവണ്ണം കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. നല്ല കട്ടിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഒരു അരക്കപ്പ് തൊട്ട് 1/4 കപ്പ് വെള്ളം, നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ ലൂസാക്കിയിട്ട് വരാം. നല്ല ഒട്ടും തന്നെ കട്ടയില്ലാതെ കലക്കിയിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ നല്ലവണ്ണം കലക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിക്കാണ് ഇത് കിട്ടേണ്ടത്, ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് തേങ്ങ കൊത്തിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അധികം വറുക്കണ്ട. അതിലോട്ട് അര ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നെയ്യിലല്ല മൂപ്പിക്കുന്നത്, വെളിച്ചെണ്ണയിലാണ്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് മറ്റേ ബാറ്ററിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇത് ചൂടോടെ തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലത്തെ ഒത്തിരി ഈസി റെസിപ്പിയാണ് ഞാൻ ചെയ്യാറ്. അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലോട്ട് വേറൊന്നും ഇല്ല, ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുക. ഇത്രയും മതി, കൂടുതലായി പോകരുത്. ഞാനിങ്ങനെ മൊത്തത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ലൂസിൽ തന്നെ കിട്ടണം. ഇനി നമുക്ക് അതേ ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തവി വീതം ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് തീയൊന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ മൂടി വെക്കണം. ഒരു 2 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിത് തുറന്ന് നോക്കാം എന്തായിന്ന്. അതെല്ലാം നല്ലവണ്ണം ആരൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒന്നും കൂടി കാണിച്ചു തരാം. ഒഴിക്കുന്നത് 1 ടീസ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും ഒഴിക്കാം. നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം മാത്രമാണ് ഒഴിക്കേണ്ടത്. കാരണം ഇത് അരിപ്പൊടിയല്ലേ, അപ്പോൾ അടിയിലൊന്ന് തെളിഞ്ഞ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ എടുക്കുക. ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 കപ്പ് അരിപ്പൊടിന്ന് ഒത്തിരി സ്നാക്കാണ് നമുക്ക് റെഡിയായി കിട്ടുന്നുള്ളത്. കണ്ടല്ലേ, ഞാൻ പൊളിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല ആരെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞി കൽത്തപ്പമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കണം. ഞങ്ങളിതിനെ കുഞ്ഞി കൽത്തപ്പം എന്നാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും അതേപോലെ ഒരു ഷെയറും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുമല്ലോ.